സീസത്തും ഉണ്ടാവും. ഈ വ്രണം പെട്ടെന്ന് പൊറുക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പക്ഷെ അളവിന് കൂടിയാൽ അത് തന്നെ ബുദ്ധിമുട്ടാവും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്, ചുണ്ണാമ്പ് ചേർക്കുമ്പോൾ ഒരു വെറ്റ നമ്മൾ മുറുക്കുന്നതിന് ഉപയോഗിക്കുന്ന ചുണ്ണാമ്പ് മാത്രം. ഒരു മുറുക്കാൻ നമ്മൾ ഉപയോഗിക്കുമല്ലോ, ചുണ്ണാമ്പ് എത്ര ഉപയോഗിക്കുക ആ കണക്കെ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മുറുക്കുന്നവരുടെ അടുത്ത് ചോദിച്ചാൽ മതി, ഇത്രയും മതി എന്ന് പറയും. അല്ലെങ്കിൽ അമ്മയെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഒരു മുറുക്കാനൊക്കെ ഉപയോഗിക്കാനുള്ള ചുണ്ണാമ്പ് അത്ര ഭാഗമേ നമ്മൾ എടുക്കാവൂ. ഇത് ഈ വ്രണം വന്നിട്ട് പൊറുക്കാതെ ഒരുപാട് പേര് കൊണ്ടു നടക്കുന്നുണ്ട് ഇപ്പോഴും. കാര്യം പല ആശുപത്രിയിലും പോയി അവർ നല്ല രീതിയിൽ ചെയ്യും. വർഷങ്ങളായി 2 വർഷം 3 വർഷം വരെ പൊറുക്കാത്ത വ്രണങ്ങളുണ്ട് ഓരോരുത്തർക്ക്. ഇതൊക്കെ ഞങ്ങൾ ഇത് ഇങ്ങനെ ഉള്ളത് ഞങ്ങളെ നാട്ടുമരുന്നിൽ അത് പൊറിപ്പിക്കാനുള്ള വിധിയൊക്കെ ഉണ്ട്. കാര്യം കൂടിപ്പോയാൽ ഒരു 3 മാസത്തിനകത്ത് അത് പൊറിപ്പിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഉണ്ട്, നാട്ടുമരുന്നിൽ ഇഷ്ടംപോലെ മരുന്നുകളുണ്ട്. ഇപ്പോൾ അലോപ്പതിയിലുണ്ട്. പക്ഷേ എന്നാലും ഇവർ ഡ്രസ്സ് ചെയ്താലും വീണ്ടും വ്രണം പൊറുക്കാതെ നിൽക്കുന്നുണ്ട്. അത് ഷുഗറുള്ളവർക്ക്, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവർക്കാണ് ഇത് വ്രണം പൊറുക്കാതെ ഇരിക്കുന്നുണ്ട്. കാരണം ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ പറയും കണക്ക് പെരുവളത്തിൻ്റെ കുറുന്ത്, പെരുവളം എന്ന് പറഞ്ഞാൽ പെരുമരം അല്ല, പെരുവളം എന്ന് പറഞ്ഞ ഒരു ചെടിയുണ്ട്. ചെടിയാണ് എത്ര എന്ന് പറഞ്ഞാൽ അതൊരു കൂടിപ്പോയാൽ ഒരു 2 അടി പൊങ്ങും, അത്ര തന്നെ. അത് ഏറ്റവും കൂടിയത് 2-2.5 അടി പൊങ്ങും, അത് കൂടുതൽ പൊങ്ങൂല. പിന്നെ കുറ്റിച്ചെടിയാണ് പെരുവളത്തിൻ്റെ ചെടി എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണിച്ചു തരും. നമുക്കങ്ങനെ പറയാൻ അറിയാവ്, വേറെ ഒരു പേര് എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഇത് നമ്മൾ ഈ പെരുവളത്തിൻ്റെ കുറുന്ത് എടുത്ത് വെച്ചാൽ മതി എന്ന് പറയും. ഇതാണ് നമ്മൾ പറയുന്ന ആ മരുന്നിൻ്റെ പേര്. പല സ്ഥലത്തും പല പേരുകൾ പറയും. അതുകൊണ്ട് പെരുവളം വേണമെങ്കിൽ നമ്മളിവിടെ കാണും. ഞാൻ എടുത്ത് പോസ്റ്റ് ഇട്ടാൽ അത് ശരിയാണ്, പോസ്റ്റ് ഇട്ടാലേ ശരിയാവുള്ളൂ.